ദൈവനാമം മഹത്വപ്പെടട്ടെ. നോമ്പുകാർ കൂടുന്നിടത്തൊക്കെ പ്രകാശം ഉദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വേദപുസ്തകമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസിന്റെ താളുകളിൽ നോമ്പുള്ള 3 പേർ ഒരുമിച്ച് ഒരു മലയുടെ മുകളിൽ കൂടിയപ്പോൾ അത് കണ്ടു നിന്നവർ പറയുകയാണ്, നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. അവിടെ വലിയൊരു പ്രകാശം ശോഭിക്കുകയാണ്. നോമ്പുള്ള മോശയും നോമ്പ് 40 ദിനരാത്രങ്ങളിൽ എടുത്ത ഏലിയായും നമ്മുടെ കർത്താവും കൂടി താബോർ മലയുടെ മുകളിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, താഴെ നിന്ന ശിഷ്യന്മാര് വലിയൊരു പ്രകാശം കാണുകയാണ്. നോമ്പുള്ള ഒരു അപ്പനും അമ്മയും മക്കളും കൂടി ഒരു വീട്ടിലിരിക്കുമ്പോഴുണ്ടല്ലോ, ആ വീടിന് ഭയങ്കര പ്രകാശമായിരിക്കും. ഇരുട്ടൊക്കെ മാറിപ്പോകും. അവിടെ വചനത്തിന്റെ പ്രകാശം ആ കുടുംബത്തിൽ അതിശക്തമായിട്ട് വ്യാപരിക്കും. അതുകൊണ്ടല്ലേ നമ്മുടെ കർത്താവ് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ താളുകളിൽ പിശാച് പരീക്ഷിക്കുവാനായിട്ട് അടുത്തു വന്നു. ആ പരീക്ഷണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാര് വന്ന് ശുശ്രൂഷിച്ചു. എല്ലാ നോമ്പ് കാലം കഴിയുമ്പോഴും ആരടുത്ത് വരുമെന്നോ? മാലാഖമാർ അടുത്ത് വരും. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, ഇരുട്ട് മൂടിക്കിടക്കുകയാണെങ്കിൽ, ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ മാലാഖമാർ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. പ്രാർത്ഥനകളും അങ്ങനെയാ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. നോമ്പ് നോക്കുന്നവന്റെ തലമുറ മാലാഖമാരോട് കലർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ശ്രദ്ധയോടുകൂടി നമുക്ക് നോമ്പ് നോക്കാം. കഴിക്കുന്നത് വെജിറ്റേറിയൻ ആണല്ലോ അല്ലെ? വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും വെജിറ്റേറിയൻ ആയിരിക്കണം കേട്ടോ. നല്ല നോമ്പ് കാലത്തിൽ കൃപ ശേഖരിക്കാനായിട്ട് ഇടയാകാം. കുടുംബമായിട്ട് പ്രകാശിക്കാം. വ്രതമുള്ളവർ കൂടുന്നിടത്തൊക്കെ വെളിച്ചമുണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ.